ഹായ് ഫ്രണ്ട്സ്, പവി കെയർടേക്കർ. ഈ സിനിമയെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഒറ്റ കാര്യം. എൻ്റെ കഴിഞ്ഞ വീഡിയോ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയെക്കുറിച്ചുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹൃദയം ഇഷ്ടപ്പെട്ടവർക്ക് വർഷങ്ങൾക്ക് ശേഷം ഇഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ചിന്തിച്ചപ്പോൾ മനസ്സിലായി, അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെ റോങ് ആണ്. ഒരു ടൈപ്പ് പടം ഇഷ്ടപ്പെട്ടവർക്ക് അതേ ടൈപ്പിൽ ഇറങ്ങുന്ന അടുത്ത പടം ഇഷ്ടപ്പെടണം എന്ന് ഒരു നിർബന്ധമൊന്നുമില്ല. ഇതിപ്പോൾ പറയാൻ കാരണം, ഈ സിനിമ പവി കെയർടേക്കർ കാണുമ്പോൾ ഞാൻ വിചാരിച്ചത് വരനെ ആവശ്യമുണ്ട് എന്നുള്ള പടം ഒരു ഫീൽ ഗുഡ് കോമഡി ആയിരുന്നല്ലോ. അത് ഇഷ്ടപ്പെട്ടവർക്ക് ഈ പടവും ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്നായിരുന്നു ഞാൻ പറയാമെന്ന് വെച്ചത്. പിന്നെ ചിന്തിച്ചപ്പോൾ മനസ്സിലായി, അത് തെറ്റാണ് അങ്ങനെ പറയുന്നത്. എന്നെ സംബന്ധിച്ച് പറയുന്നതാണെങ്കിൽ വരനെ ആവശ്യമുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. പവി കെയർടേക്കർ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. പക്ഷേ യൂട്യൂബ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഫേസ്ബുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഇതിനെക്കുറിച്ച് വരുന്ന റിവ്യൂസ് ഭയങ്കരമായ മിക്സ്ഡ് ആണ്. പല ആൾക്കാരും പറയുന്നത് ദിലീപ് അപ്ഡേറ്റ് ആകുന്നില്ല, 90കളിൽ നിന്ന് വണ്ടി കിട്ടാത്ത നടൻ, എന്തൊക്കെ കോപ്രായങ്ങളാണ് കാണിക്കുന്നത്. പക്ഷെ എന്നെ സംബന്ധിച്ച്, ഞാൻ ഒരു ഫിലിം ക്രിറ്റിക്സ് ഒന്നുമല്ല, ഒരു സിനിമ ആസ്വാദകനാണ്. ഒരു തലനാരിഴകീറി പരിശോധിക്കുക അങ്ങനെയുള്ള പരിപാടിയൊന്നും ചെയ്യാൻ അറിയുകയില്ല, അത് ചെയ്യാൻ ഒരുങ്ങുന്നുമില്ല. എന്നെ സംബന്ധിച്ച് തിയേറ്ററിൽ ഒരു പടം കാണുമ്പോൾ അല്ലെങ്കിൽ OTT ഒരു പടം കാണുമ്പോൾ അത് എത്രമാത്രം എൻ്റർടൈൻമെൻറ്റ് നമുക്ക് തരുന്നുണ്ട്, എത്രമാത്രം എൻഗേജിങ് ആയി നിർത്തുന്നുണ്ട്, നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ ശ്രദ്ധ മാറി ആ സിനിമയിൽ എത്ര സമയം നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും, അതാണ് എന്നെ സംബന്ധിച്ച് മുഖ്യമായ വിഷയം. അത് പവി കെയർടേക്കർ തന്നിട്ടുണ്ട്. ദിലീപിൻ്റെ അഭിനയത്തിന് പുറത്തുള്ള കാര്യങ്ങൾ എന്തൊക്കെയോ ആയിക്കോട്ടെ, ദിലീപ് എന്നുള്ള നടന്റെ ഒരു തിരിച്ചുവരവായിട്ടാണ് ഞാൻ പവി കെയർടേക്കറിനെ കാണുന്നത്. 90കളിലെയും 2000-ന് ശേഷവും ദിലീപ് അഭിനയിച്ച സിനിമകൾ നോക്കിയാൽ അതിലെ 100% കോമഡിയും വർക്കൗട്ട് ആകാറില്ല. പവി കെയർടേക്കറിലും അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഏകദേശം ഒരു 70-75% കോമഡികൾ വർക്കൗട്ട് ആയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ടാർഗറ്റഡ് ഓഡിയൻസിന് അത് തന്നെയാണ് വേണ്ടത്. അദ്ദേഹത്തിന്റെ കോപ്രായം എന്ന് പറയുന്ന സംഭവങ്ങൾ ഇപ്പോഴത്തെ ഒരു 15 വയസ്സ് മുതൽ ഒരു 25 വയസ്സ് വരെയുള്ള ജനറേഷൻ ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. പക്ഷേ അതിന്റെ മേലെ നിൽക്കുന്ന ഒരു ഓഡിയൻസ് ഉണ്ട്. അതിൽ പോലും ഇപ്പോൾ ബാച്ചലറായി നിൽക്കുന്ന ആൾക്കാർക്ക്, അങ്ങനെ ഒരു ഫ്രണ്ട്സിന്റെ കൂടെ സിനിമ കാണുന്നവർക്ക് ഈ സിനിമ എത്രമാത്രം കണക്ട് ആവുമെന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ ടാർഗറ്റഡ് ഓഡിയൻസ് ഫാമിലിയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ കണ്ട തിയേറ്ററിൽ 9 പേരായിരുന്നു ഉണ്ടായിരുന്നത് ഈ സിനിമ കാണാൻ വേണ്ടി, മുംബൈയിലെ ചെമ്പൂർ തിയേറ്ററിൽ. അതിൽ തന്നെ 5 പുരുഷന്മാർ 4 സ്ത്രീകൾ. ഈ 4 സ്ത്രീകളിൽ 3 പേരും 40 വയസ്സിന് മേലുള്ളതാണ്. ഏകദേശം പുരുഷന്മാരിൽ 3 പേര് 40 വയസ്സിന് മേലുള്ളവരാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഓഡിയൻസ് ഏകദേശം ഒരു 30-40 വയസ്സിന് മേലെയുള്ളവരായിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ സിനിമക്ക് കയറുമ്പോൾ ചിലർ പ്രതീക്ഷിച്ചേക്കും ഇത് ദിലീപിന്റെ കഴിഞ്ഞ കാലത്തുള്ള ആ ഒരു മസാല എന്റർടൈനർ അല്ലെങ്കിൽ ഫാമിലി കോമഡി എന്റർടൈനർ ജോണറിൽ വരുന്നതാണ് എന്ന്. പക്ഷെ ഇതൊരു പക്കാ ഫീൽ ഗുഡ് ആയിട്ടാണ്. ഇതിന്റെ ഫസ്റ്റ് ഹാഫ് കോമഡിയാണ്. പക്ഷെ കോമഡി എന്ന് വെച്ചാൽ ഹ ഹ ഹ എന്ന് പറയുന്ന ടൈപ്പ് ചിരിയൊന്നും നമുക്ക് വരില്ല. നമ്മുടെ ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരി വരും, അതുപോലത്തെ കോമഡിയാണ്. പിന്നെ സെക്കൻഡ് ഹാഫ് കോമഡി ഉണ്ട്, അത്യാവശ്യം സെന്റിമെന്റ് സീനുകളുണ്ട്. സെന്റിമെന്റ് എന്ന് വെച്ചാൽ ദിലീപിന്റെ ആ ഒരു അഭിനയ പാഠമൊന്നും പോയില്ല എന്ന് നമുക്ക് മനസ്സിലാവും. അങ്ങനത്തെ രീതിയിലുള്ള സെന്റിമെന്റ് സീനുകൾ സിനിമയിലുണ്ട്. പിന്നെ മറ്റൊന്ന് പറയാനുള്ളത്, പല നടന്മാരും ഫെയിലാകുന്ന ഒരു സംഭവമാണ് ആത്മകഥം പറഞ്ഞ് കോമഡി ആക്കൽ. അതിപ്പോൾ മലയാളത്തിൽ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന 3 ആൾക്കാരാണ് എൻ്റെ ഓർമ്മയിൽ വരുന്നത്. 1 മോഹൻലാൽ, 2 ദിലീപ്, 3 നിവിൻ പോളി. അപ്പോൾ ഈ സിനിമയിൽ ദിലീപിന് മുമ്പേയുള്ള കഴിവാണ് ഇത്. ആത്മകഥം പറഞ്ഞ് അതിൽ കുറച്ചൊക്കെ ചളിയായിരിക്കും, കുറച്ചൊക്കെ നല്ല കോമഡി ആയിരിക്കും. ആ ഒരു കഴിവൊന്നും ദിലീപിന്റെ ചോർന്നു പോയില്ല. അങ്ങനെയുള്ള കുറച്ച് സീനുകൾ പടത്തിലുണ്ട്. ദിലീപിന്റെ വൺമാൻ ഷോ ആണ് ഈ പടം. 2.5 മണിക്കൂറിൽ ഏകദേശം 2 മണിക്കൂർ 20 മിനിറ്റോളം ദിലീപ് ഉണ്ട്. ബാക്കിയുള്ള കാസ്റ്റ്, രാധിക ശരത്കുമാർ, അവരുടെ ദിലീപായുള്ള കോമ്പിനേഷൻ സീനൊക്കെ ഗംഭീരാണ്. പിന്നെ ജോണി ആന്റണി, പിന്നെ ചെറിയ റോള് നമ്മളെ സ്ഫടികം ജോർജ് ഉണ്ട്. നായിക നടിമാർ എന്ന് പറയാൻ പറ്റിയ ഒരു 4-5 പേരുണ്ട്. ഒറ്റ നടിമാരെ ഞാൻ മുമ്പ് കണ്ടിട്ടില്ല, പക്ഷെ എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഈ സിനിമയുടെ ദൈർഘ്യം 2.5 മണിക്കൂറിൽ കൂടുതലുണ്ട്. പക്ഷേ ആദ്യത്തെ ഒരു 5 മിനിറ്റുള്ള ഒരു സ്റ്റാർട്ടിങ് ട്രബിള് ഒഴിച്ചു കഴിഞ്ഞാൽ പടം നല്ല ഫ്ലോയിലാണ് പോകുന്നത്. ഇതിൻ്റെ കോർ പ്ലോട്ട് എന്താണെന്ന് ട്രെയിലറിൽ കാണിച്ചില്ല. പ്ലോട്ട് അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആണ്. ആ പ്ലോട്ട് കാണുമ്പോൾ നമുക്ക് ദിലീപിൻ്റെ മുമ്പത്തെ ഒരു പടം ഓർമ്മ വരും. അത് ഏതാണെന്ന് ഞാൻ സ്പോയിൽ ചെയ്യുന്നില്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ പടം കാണുമ്പോൾ ഉള്ള സസ്പെൻസ് പോകും. അതുപോലെ ഒരു ഹിന്ദി സിനിമയുണ്ട്, ഇർഫാൻ ഖാന്റെ ഒരു ഫീൽ ഗുഡ് പടമാണ്.
ആ സിനിമയുമായിട്ടും ഇതിന് സാദൃശ്യമുണ്ട്. അതും ആ സിനിമ ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആ ഒരു കൗതുകം പോകും. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ തൽക്കാലം പരാമർശിക്കുന്നില്ല. അങ്ങനെ ഒരു മിക്സ്ചർ ആണെങ്കിൽ കൂടി ഇത് ദിലീപിന്റെ മറ്റേ പടത്തിന്റെ കോപ്പി ആണല്ലോ, അല്ലെങ്കിൽ ഇർഫാൻ ഖാൻ പടത്തിന്റെ കോപ്പി ആണല്ലോ എന്നുള്ള ഫീലിംഗ് ഒന്നും എനിക്ക് വന്നില്ല. വിനീത് കുമാറിന് എന്തായാലും ദിലീപിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റി എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. പിന്നെ ഈ സിനിമയിലെ പാട്ടുകളെ കുറിച്ച് പറയുന്നതെങ്കിൽ അങ്ങനെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന പാട്ടുകളൊന്നുമില്ല. പക്ഷേ സിനിമയിലെ സിറ്റുവേഷന് വേണ്ട പാട്ടുകളാണ്. അങ്ങനെ നോക്കുമ്പോൾ സിനിമ കാണുമ്പോൾ പാട്ടുകളൊക്കെ നന്നായി തോന്നി. പക്ഷെ സിനിമ കഴിഞ്ഞിറങ്ങുമ്പോൾ അതങ്ങനെ മനസ്സിൽ തങ്ങി നിൽക്കുന്നൊന്നുമില്ല. ഈ സിനിമ കാണണോ വേണ്ടിയോ എന്നുള്ള കുറേ അധികം സംശയത്തിന് ശേഷം ഞാൻ അവസാന നിമിഷം ബുക്ക് ചെയ്തതാണ്. കാരണം ദിലീപിന്റെ ഒരു സിനിമ ഞാൻ അവസാനമായി തിയേറ്ററിൽ കണ്ടത് 2018 ഇറങ്ങിയ കമ്മാര സംഭവമാണ്. അതിനുശേഷം 8 സിനിമ തിയേറ്ററിൽ ഇറങ്ങി, ഒന്നുപോലും കണ്ടില്ല. പക്ഷെ അങ്ങനെ കാണേണ്ടതായുള്ള സിനിമകളൊന്നും ഉണ്ടായിരുന്നില്ല. അതിൽ മിസ്സായി പോയത് മൈസാന്റെയാണ്. അത് ഞാൻ പിന്നെ ടി വിയിൽ വന്ന് കണ്ടപ്പോൾ ഭയങ്കരമായി ഇഷ്ടപ്പെട്ടൊരു പടമാണ്. അതുകൊണ്ട് തന്നെ ദിലീപ് പ്ലസ് ഫീൽ ഗുഡ് എന്നുള്ളത് നല്ലൊരു കോംബോ ആയിട്ടാണ് തോന്നിയിരിക്കുന്നത്. ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ഈ പടത്തിന്റെ സ്റ്റാർ എത്ര റേറ്റിംഗ് ഞാൻ കൊടുക്കുന്നു എന്ന് ചോദിച്ചാൽ 4 out of 5. എന്നെ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈ ചെയ്ത ഒരു പടമാണ്. നെഗറ്റീവായിട്ട് തോന്നിയ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇതിലൊരു ഫോഴ്സ്ഡ് ആയിട്ടുള്ള ഒരു ആക്ഷൻ സീക്വൻസ് ഉണ്ട്. അത് ദിലീപ് ആണല്ലോ, അത്യാവശ്യം ഒരു സ്റ്റാർ വാല്യുള്ള നടനാണല്ലോ, അതുകൊണ്ട് ഒരു ആക്ഷൻ സീക്വൻസ് ഇരിക്കട്ടെ എന്ന് പറഞ്ഞു കൊടുത്തതുപോലെയുണ്ട്. പിന്നെ പെർഫോമൻസിനെ കുറിച്ച് പറയുമ്പോൾ പറയാൻ വിട്ടുപോയ ഒരാളുണ്ട്, ബ്രോ എന്ന് വെച്ച ഒരു പട്ടിയാണ്. ആ പട്ടി ഗംഭീരമായിട്ട്, ഒരു പക്ഷേ ഈ പടത്തിൽ ദിലീപിന്റെ ഏറ്റവും നല്ല കോംബോ ആ പട്ടിയാണ്. ഈ പടത്തിന്റെ ബോക്സ് ഓഫീസ് പ്രകടനത്തെ കുറിച്ച് പറയുന്നതാണെങ്കിൽ ദിലീപിന്റെ ഫാമിലി സപ്പോർട്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷെ ഈ കാലത്തുള്ള അദ്ദേഹത്തിന്റെ ഇമേജ് വെച്ചിട്ട് ഫാമിലി എത്രമാത്രം കയറും എന്നുള്ളൊരു സംശയമുണ്ട്. ഫാമിലി കയറുന്നില്ലെങ്കിൽ ഈ പടം ഫ്ലോപ്പാണ്. കാരണം യൂത്തിന് ഇത് കണക്ട് ആകാൻ ഒരു സാധ്യതയുമില്ല. പിന്നെ ഈ പടത്തിന്റെ ബോക്സ് ഓഫീസ് പ്രകടനത്തിനെ ബാധിക്കുന്ന മറ്റൊരു ഘടകം അടുത്ത ആഴ്ച ഇറങ്ങുന്ന 2 റിലീസുകളാണ്. ഒന്ന്, നമുക്ക് ജൂനിയർ ജനപ്രിയ നായകൻ എന്ന് പറയാൻ പറ്റുന്ന നിവിൻ പോളിയുടെ തിരിച്ചുവരവായിട്ട് പറയുന്ന പടം മലയാളി ഫ്രം ഇന്ത്യ. 2, ടോവിനോയുടെ നടികർ. ഈ 2 പടങ്ങൾക്ക് ഹെവി പോസിറ്റീവ് റെസ്പോൺസ് ആണെങ്കിൽ പവി കെയർടേക്കറിന്റെ കാര്യം സ്വാഹ, അല്ലെങ്കിൽ അത്യാവശ്യം കളക്ഷൻ വരാൻ സാധ്യതയുണ്ട്.